ഹലോ. ഹസ്ബൻഡിനെ രാവിലെ മുതലേ ഫോൺ കോളുകളും മെസ്സേജുകളുമായിട്ട് ഒരേ മെസ്സേജുകളും അതുപോലെ തന്നെ ഫോൺ കോളുകളും വന്നു. ഇന്ന് നവംബർ 15 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. 75 കഴിഞ്ഞു, 76 ആയി. വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരം തൈക്കാട് ഹോസ്പിറ്റലിലാണ് ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങൾ അമ്മച്ചി എന്ന് വിളിക്കുന്ന അമ്മച്ചി മകനെ പ്രസവിക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അവരുടെ തിരുവനന്തപുരത്തായിരുന്നു, കുന്നുകുഴിയിലായിരുന്നു താമസം. പിന്നാണ് പേരൻസ് തനിച്ചായതുകൊണ്ടങ്ങ് കുടുംബ വീട്ടിലോട്ടും മാവേലിക്കരയിലോട്ടും പോയത്. പിന്നെ പഠിച്ചതും എല്ലാം തിരുവനന്തപുരത്താണ്. MG കോളേജിലാണ് പഠിച്ചത്. അതുകൊണ്ട് തിരുവനന്തപുരമായിട്ട് നല്ല ബേസ് ബന്ധമുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ്. മക്കൾ പക്ഷേ പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിലും അവർ മാവേലിക്കര മല്ലപ്പള്ളി രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അവർ രണ്ടുപേരും ടീച്ചേഴ്സാണ്. മൂത്ത മോൾ വന്ന് ചേർന്നു. മൂത്ത മോളുടെ ഹസ്ബൻഡാണ് ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നത്. അവരിവിടെ ഉണ്ട്. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇളയ മോൾക്ക് ഇന്ന് സ്കൂളിൽ മാവേലിക്കര ബിഷപ്പ് മോറിലാണ് അവൾ PTA മീറ്റിംഗ് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് വരുമ്പോഴത്തേക്ക് സന്ധ്യയായി പോവും. അതുകൊണ്ട് അവൾ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നാളെ രാവിലെ വരത്തുള്ളൂ. അവൾ കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുവരുന്നില്ല. മറ്റന്നാൾ പോകണം, അവർക്കെല്ലാവർക്കും പോകണം. മൊത്ത മോളും ഹസ്ബൻഡും നാളെ പോകും. ഇളയ മോള് മറ്റന്നാളേ പോകത്തുള്ളൂ. അങ്ങനെ ഉള്ള സമയം ഒരല്പസമയം ഞങ്ങളോടൊന്നിച്ച് രണ്ട് മക്കൾക്കും ചിലവഴിക്കാൻ, പ്രത്യേകിച്ച് ബർത്ത്ഡേക്ക് ചിലവഴിക്കാനായിട്ട് അവർ സമയം സ്പെയർ ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെ വരാനൊക്കെ സങ്കടപ്പെട്ടു. കുഴപ്പമില്ല, പെട്ടെന്ന് പോയിട്ട് ഓടി വരാം, ഞങ്ങൾക്കും അപ്പച്ചനെ കാണണം ഉള്ളൊരു ചിന്ത കൊണ്ട് അവർക്കൊക്കെ സങ്കടമായിരുന്നു. പക്ഷേ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലല്ലല്ലോ, ട്രെയിനിലാണ് അല്ലെങ്കിൽ ബസ്സിലാണ്. ട്രെയിനിലാണ് മോൾ വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആശംസകളൊക്കെ നേർന്നു. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇത്രത്തോളം വയസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം പറയുന്നു. ഒക്കെ ജീവിതത്തിൻ്റെ നന്മകൾ കാണാനും അതോടൊപ്പം തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവയ്ക്ക് തരണം ചെയ്യാനുണ്ട്. ദൈവം ആത്മീയമായ ശക്തിയും ബലവും തന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാനും. മോളെ MA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് BEd MPhil ഒക്കെ എടുത്തു. ഇപ്പം കാനം സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഹസ്ബൻഡ് ഇൻഫോസിസിലെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇളയ മകള് BA കഴിഞ്ഞിട്ട് അവൾ 3 വർഷം MCA എടുത്തിട്ട് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിഷപ്പ് മോളിൽ കമ്പ്യൂട്ടറിൻ്റെ സെക്ഷനിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ദൈവം എല്ലാ രണ്ട് മരുമക്കളും അവർക്ക് രണ്ടുപേരും ഓരോ ഒറ്റപുത്രന്മാരാണ്. അപ്പോൾ രണ്ടിടത്തും ഓരോ നാത്തൂന്മാരുണ്ട്. അവരൊക്കെ വിവാഹം കഴിച്ച് അവരുടെ വീടുകളിൽ സുഖമായിട്ട് ജീവിക്കുന്നു. ദൈവം എത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകി തന്നതിനായിട്ട്, ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ എത്ര പ്രയത്നിച്ചാലും അനുഭവം തരേണ്ടത്, അതിൻ്റെ ഫലം തരേണ്ടത് ദൈവമാണ്. എത്രത്തോളം ദൈവം കാത്തു സൂക്ഷിച്ചു. ക്യാമറയുടെ മുൻപിലോട്ട് വരാൻ പുള്ളി അധികം ആഗ്രഹിക്കത്തില്ല, എങ്കിലും കൂടെ സഹകരിക്കും. കുഴപ്പമില്ല, എന്തിനാണ് നീ ഈ ഏജിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ? ഞാൻ പറഞ്ഞു, ഒരു കിട്ടുന്ന സമയമല്ലേ, മറ്റുള്ളവരോടൊന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഉണ്ടല്ലോ, ഒരു ഇൻട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പുറമായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു സന്തോഷം. മറ്റുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നെന്നും അവരുടെ വീഡിയോസ് നമ്മൾ കാണുന്നതുകൊണ്ട് അതിൻ്റെ സന്തോഷം ഒക്കെ തമ്മിലൊന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഇതൊക്കെ അല്ലേ ഉള്ളൂ ജീവിതത്തിലെ സന്തോഷം. അല്ലാതെ എന്താണ്, ഒന്നുമില്ല. എനിക്കും 70 കഴിഞ്ഞു, 71 അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പം മോൻ എല്ലാവരും നാളെ മറ്റന്നാളുമായിട്ട് അങ്ങ് പോകും. എന്നാലും ഇനി സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക്, ക്രിസ്മസിൻ്റെ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക് അവർ തിരിച്ചു വരും. വീണ്ടും ഒരാഴ്ച ഇവിടെ ഉണ്ട്. സന്തോഷം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആയുസ്സിനും അസുഖങ്ങളൊന്നുമില്ലാതെ ഇത്രത്തോളം പ്രഷറും ഷുഗറും ഒക്കെ അല്പമൊക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോളം ദൈവം നടത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒക്കെ നമുക്ക് വീഡിയോ കാണാം. ചോറെടുത്തു, മത്തങ്ങ എരിശ്ശേരി ഒഴിച്ചു, അതിനോടൊരൽപ്പം കാച്ചിമോരും കൂടെ അതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഒഴിക്കാം. പിന്നെ പച്ച ഏത്തക്ക തോരനാണ്. അത് കഴിഞ്ഞ് ചിക്കൻ്റെ 2 ചെറിയ പീസ് എടുത്തു, ബീഫ്, കപ്പ, പിന്നെ പച്ചടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എരിശ്ശേരി ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത് കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ വിശപ്പാകുമ്പോഴൊക്കെ ഓരോ കഴിക്കട്ടെ. ചിക്കനും ബീഫും ഉണ്ട്. കപ്പയും ബീഫുമാണ് ഇന്നത്തെ സ്പെഷ്യൽ.
ബീഫും ഉണ്ട്, അതിനോട് ചിക്കനുണ്ട്. ബീഫ് വേണ്ടവർക്ക് ബീഫ്, ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കഴിക്കാം. ചിക്കന് ബോൺലെസ് ചിക്കനായിട്ട് മാത്രം ചെറിയ പീസാക്കി ആണ് അത് കറി വെച്ചെടുത്തിരിക്കുന്നത്, വലിയ എരിയില്ലാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചോറ്, കാച്ചിയ മോരെല്ലാം കുറേശ്ശേ ഉണ്ടാക്കിയുള്ളൂ. പച്ചടി, പച്ച ഏത്തക്കായ തോരൻ, ബീഫ് അടുപ്പയിൽ ഇങ്ങനെ ആകുന്നു, അടച്ചില്ല. മത്തങ്ങായും പരിപ്പും കൊണ്ടുള്ള എരിശ്ശേരി, ബീഫ് ഒക്കെ റെഡിയാക്കി. കുറച്ച് കപ്പ മാറ്റി വെച്ചു. 1.5 കിലോ കപ്പയുണ്ട്. നാളെ ഒരാൾ വരും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചേക്കാൻ പറഞ്ഞത്. പിന്നെ എല്ലാം കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് ഇവിടെ മൊന്തങ്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടി, പിന്നെ കപ്പ വേവിച്ച് ഉടച്ച് വെച്ച് കഴിഞ്ഞു. ഇത്രയുമൊക്കെയാണ്. ഇനി വേറെ വല്ലതും മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. കപ്പ, ബീഫ്, ചിക്കന്, ഒരു മത്തങ്ങായും പൻപൂർ കൊണ്ട് ഒരു എരിശ്ശേരി, പിന്നെ കപ്പ ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ബീഫ് അങ്ങനെ തിളച്ചുകൊണ്ട് മസാലയൊക്കെ ചേർത്തും. ഇത് പച്ച ഏത്തക്കായ തോരൻ, കാച്ചിയമോര്, പച്ചടി, ചോറ്. ഇനി ഓരോരുത്തരായിട്ട് ആറ്റിക്കേക്കും. ഞാൻ ഓരോരുത്തർ വരുന്നു പോകുന്നു. അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് കഴിക്കാമെന്നുള്ള ഒരു ചാൻസ് ഒന്നും ചിലപ്പം വന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് നേരത്തെ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ ഇനി ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് വിളമ്പി വന്ന് കഴിക്കട്ടെ. ആരും ഇങ്ങെത്തിയില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡാഡിയുടെ ബർത്ത്ഡേക്ക് കേക്കും കട്ട്ലറ്റും അതുപോലെ സാൻഡ്വിച്ചും ഒക്കെ കൊണ്ടുവന്നു. മൂത്ത മോളെത്തി. സാൻഡ്വിച്ച് ഞങ്ങൾ അന്നേരം തന്നെ കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പാനുള്ള പുറപ്പാടാണ്. ഹലോ, സമയം 1 മണിയായി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ആർക്കും അധികം വിശപ്പില്ല. മോള് 11:30 ആയപ്പോഴാണ് വന്നത്. വന്നു കഴിഞ്ഞാൽ ചപ്പാത്തിൻ്റെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ അവൾ ചിക്കൻ സാൻഡ്വിച്ച് കൊണ്ടുവന്നു, അത് അന്നേരം കഴിച്ചു. അപ്പോൾ ആർക്കും ഇത്രങ്ങാണ്ട് വിശപ്പില്ലാതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ പക്ഷേ രാവിലെ തന്നെ എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഞാനൊരു ശകലം എടുത്ത് കഴിച്ചിട്ട് ഒക്കെ എടുത്തു. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ മോളും ഹസ്ബൻഡും ഉണ്ട്, അവർ ഒന്നും കഴിക്കും. ഹസ്ബൻഡിന് മോളുടെ ഡാഡിക്ക് ഇച്ചിരി കഴിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഭക്ഷണം എടുത്തു. അത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം.